ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നമുക്ക് ടാലി പ്രൈമിൽ നമ്മളൊരു സെയിൽ ബില്ല് അടിക്കുമ്പോൾ തന്നെ അതിന് എഗെയിൻസ്റ്റ് നമുക്ക് റെസിപ്റ്റ് എങ്ങനെ വയ്ക്കാം. അത് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സെയിൽ ബില്ല് അടിച്ചിട്ട്, ഇപ്പോൾ സൺട്രി ഡെറ്ററിൻ്റെ പേരിൽ ഒരു സെയിൽ ബില്ല് അടിച്ചിട്ട് പിന്നെ തിരിച്ച് അക്കൗണ്ടിങ് വൗച്ചറിൽ വന്നിട്ട് F6 ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് വൗച്ചർ എടുത്തിട്ട് നമുക്ക് ക്യാഷ് ആണോ ബാങ്കാണോ എന്ന് നോക്കിയിട്ട് അതിന് എഗെയിൻസ്റ്റാണ് നമ്മൾ റെസിപ്റ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സെയിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ F8 സെയിൽസ് വൗച്ചറിനകത്ത് നിന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ഒരു റെസിപ്റ്റ് ചെയ്യാം, അത് ഉണ്ടാക്കാം എന്നാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ടാലി ഇത് ഡിഫോൾട്ടായിട്ട് ടാലി ഇങ്ങനെ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളൊരു അഡീഷണൽ TDL ഫയൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിനൊരു TDL ഫയൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ TDL ഫയൽ നമുക്ക് ടാലിയിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ TDL ഫയൽ. ഇത് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്ത് സെക്യൂരിറ്റി പോയിട്ട് ഈ പാത്ത് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം Ctrl+C അടിച്ച് കോപ്പി ചെയ്തതിന് ശേഷം ടാലിക്കകത്ത് വന്ന് F1 പോയിട്ട് TDLs ആൻഡ് ആഡോൺസിൽ പോവുക. അതിനുശേഷം F4 ക്ലിക്ക് ചെയ്ത് നമ്മൾ എൻ്റർ അടിച്ച് വന്നിട്ട് ഇവിടെ ഈ ഫീൽഡിൽ Ctrl+Alt+V അടിച്ച് അത് പേസ്റ്റ് ചെയ്യുക ആ പാത്ത്. എന്നിട്ട് ജസ്റ്റ് എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് അങ്ങ് പോയാൽ മതി. അന്നേരം ഇവിടെ നമ്മുടെ ഓട്ടോ റെസിപ്റ്റ് എൻട്രി TDL ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ആ ഫയൽ ഇതിനകത്ത് ലോഡായിട്ടുണ്ട്. നമുക്കിനി അത് എങ്ങനെയാണ് നമുക്ക് സെയിൽ അടിക്കുമ്പോൾ അത് റെസിപ്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റെസിപ്റ്റ് എൻട്രി വയ്ക്കാം എന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സെയിൽ ബില്ല് അടിക്കാൻ പോവുകയാണ്. വൗച്ചർ എടുത്തിട്ട് F8 ക്ലിക്ക് ചെയ്തു. എന്നതിന് ശേഷം ഞാൻ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുകയാണ് 12/5/2021. എന്നിട്ട് എനിക്ക് അരുൺ എന്നുള്ള ഒരു പേരിൽ, അരുൺ എൻ്റെ ഒരു സൺട്രി ഡെറ്ററാണ്, ആളുടെ പേരിൽ ഞാൻ ഒരു സെയിൽ അടിക്കുകയാണ്. ഞാൻ ഇവിടെ ഈ ഫീൽഡിലൊന്നും എൻ്റർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ അരുൺ സൺട്രി ഡെറ്റർ അവരുടെ ഇതൊന്നും ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഇവിടെ ഞാൻ പ്രോഡക്റ്റ് അടിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എനിക്ക് പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. ഞാനൊരു സെയിൽസ് 12% എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ ചെയ്യാനാണ് പോകുന്നത്. ആ ഒരു ലെഡ്ജർ ഹെഡിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഒരു 100 രൂപ കൊടുത്തു, എൻ്റർ അടിക്കാം. GST ഒന്നും ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു റെസീറ്റിൻ്റെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ച് വരുമ്പോൾ ഇങ്ങനെ താഴെ പാസ് റെസിപ്റ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ട് യെസ്സോ നോയോ കാണിക്കും. അപ്പോൾ നമ്മളിവിടെ യെസ് കൊടുക്കണം. ഓക്കെ, യെസ് കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത നമുക്ക് ക്യാഷ് ആയിട്ടാണ്. ഇപ്പം ഞാൻ അരുണിൻ്റെ പേരിൽ സൺട്രി ഡേറ്റിൽ അടിച്ചിരിക്കുന്നത് സെയിൽസ് 12%. അരുൺ 100 രൂപ എനിക്ക് ക്യാഷ് ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ട് എത്രയാണ് നമുക്ക് എമൗണ്ട് അരുൺ തന്നതെന്ന് കൊടുക്കുക. ഇപ്പോൾ അരുൺ എനിക്ക് 75 രൂപയാണ് തന്നതെങ്കിൽ ഞാൻ 75 രൂപ അടിച്ചതിന് ശേഷം വേറെ ഇവിടെയുള്ള ഒരു ഫീൽഡിലും, കാരണം നമ്മളൊന്നും ചെയ്യില്ല, ഒരു ഫീൽഡിലും നമ്മളൊന്നും എൻ്റർ ചെയ്യേണ്ട. ക്യാഷിലും തൊട്ട് താഴെ റെസിപ്റ്റും അത് മാത്രം നമ്മൾ എൻ്റർ ചെയ്താൽ മതി. അടുത്ത കാണിക്കുന്ന ബാങ്കൊക്കെ നോട്ട് ആപ്ലികൾ കൊടുത്ത് എൻ്റർ അടിച്ച് അങ്ങ് പോയാൽ മതി. എന്നിട്ട് അടുത്ത ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് റെസിപ്റ്റ് വൗച്ചർ, അത് യെസ് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ എൻ്റർ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സെയിൽ വൗച്ചർ ക്രിയേറ്റ് ആവും. ആ സ്ക്രീനിൽ തന്നെ ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ സെയിൽ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് റെസിപ്റ്റ് വൗച്ചറും ക്രിയേറ്റ് ആവും. അപ്പോൾ അത് റെസിപ്റ്റ് വൗച്ചർ ഞാനൊന്നും എടുത്ത് കാണിക്കാം. ഞാൻ ഡിസ്പ്ലേയിൽ ഡേ ബുക്കിൽ പോയിട്ട് ഇന്നത്തെ ഡേറ്റ് നോക്കുമ്പം ഇവിടെ ഒരു സെയിൽ ബില്ല് അരുണിൻ്റെ പേരിൽ ഞാൻ അടിച്ചത് വന്നിട്ടുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ഒരു 75 ആയിട്ട് ഒരു റെസിപ്റ്റും വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ലെഡ്ജർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ലെഡ്ജറിലും അത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഫീൽഡും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതൊന്ന് റെസിപ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് സെയിൽ ബില്ല് അടിച്ച് വരുമല്ലോ, ഇവിടെ പാസ് റെസിപ്റ്റ് എൻട്രി എന്നുള്ളത് യെസ് കൊടുത്തു. ഇവിടെ ഞാൻ ക്യാഷ് മാറ്റിയിട്ട് എനിക്ക് ബാങ്കിലാണ് ഇനി അരുൺ പൈസ തന്നത്. അപ്പോൾ എൻ്റെ ബാങ്ക് ഞാൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും. എൻ്റെ SBI ആണ്. എമൗണ്ട് എത്രയാണ് അരുണ് തന്നത്? ഞാൻ 75 രൂപ കൊടുത്തു. ചെക്ക് നമ്പറും ചെക്ക് ഡേറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് റെസിപ്റ്റ് വൗച്ചർ ചോദിക്കുന്നുണ്ട്, യെസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ച് വിട്ടു. അപ്പോഴും ഇവിടെ SBI നിന്ന് നമുക്ക് അരുൺ തന്നതായിട്ട് നമുക്കൊരു റെസിപ്റ്റും കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും റെസിപ്റ്റ് വൗച്ചറിൽ ഇവിടെ വന്ന് റെസിപ്റ്റ് വൗച്ചർ പ്രസ് ചെയ്ത്, ഇപ്പോൾ റെസിപ്റ്റ് വൗച്ചറാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. റെസിപ്റ്റ് വൗച്ചറിൽ പ്രസ് ചെയ്ത് നമ്മൾ അതിന് ശേഷം SBI ആണെങ്കിൽ SBI കൊടുത്ത്, അരുൺ ആണെങ്കിൽ അരുൺ കൊടുത്തിട്ട് നമ്മൾ എമൗണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇത് നമുക്ക് ടൈം പോകുന്നൊരു പണിയാണ്.
അപ്പോൾ മറ്റേതാകുമ്പോൾ നമുക്ക് സെയിൽ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും റെസിപ്റ്റ് കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ സെയിൽ വൗച്ചർ സ്ക്രീനിൽ നിന്ന് നമുക്കിത് റെസിപ്റ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ TDL വളരെ ഉപകാരമുള്ള ഒരു TDL ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൗൺലോഡിങ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ, താങ്ക് യു.